Hello friends, welcome to my channel Needu's Tasty Food. ഇന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിക്ക് നമ്മൾ വളരെ കുറച്ച് ഉഴുന്ന് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പച്ചരിയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് പച്ചരിയും ഉഴുന്നും കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ പച്ചരി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് പുറത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. കഴുകിയെടുത്തിട്ടുള്ള ഉഴുന്നിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മളിതെല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഉഴുന്ന് വെച്ചിരുന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു വെള്ളം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉഴുന്നിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. വേറൊന്നുമല്ല, അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഒരു 6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉഴുന്ന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ മാവ് സ്ഥിരമായിട്ട് സൂക്ഷിക്കാറ്. നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരാനായിട്ട് സഹായിക്കും. ഇനി പച്ചരിയിലുള്ള ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പകുതി പച്ചരി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ തണുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊക്കെ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ പച്ചരി കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചരി മുഴുവനായിട്ടും ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോറ് നമുക്ക് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തരിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഇത് അരച്ചു വെച്ചത്. ഇപ്പോൾ രാവിലെ തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാവിൽ നിന്നും ഇപ്പോൾ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിലേക്ക് മാത്രം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മുഴുവൻ മാവിലേക്കും ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പതിയെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് മാവ് ചേർത്ത് കൊടുക്കാം. പല രീതിയിലും നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് മാവ് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മാവ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ 5 ഇഡ്ഡലി തട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ മുഴുവനായിട്ടും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി റെഡി ആയോ എന്ന് നോക്കാം. അപ്പോൾ ഇഡ്ഡലി റെഡി ആയോ എന്ന് അറിയാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇതപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്